പഠിക്കുക മാത്രമല്ല, എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുക്കുന്ന ഓരോ ഹർഫിനും, ഹിഫ്ലാക്കുകയാണെങ്കിൽ ഹിഫ്ലാക്കുന്ന ഓരോ ഹർഫിനും, അതിനുവേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, അത് മുറാജ ചെയ്യുകയാണെങ്കിലും, അതിനുവേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുകയാണെങ്കിലും ആ നിമിഷങ്ങളൊക്കെ ഇബാദത്താണ്. ത്വലബുൽ ഇൽമി ഇബാദ, ദീൻ പഠിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് മഹനീയമായ കാര്യമാണ്. എൻ്റെ ശബ്ദം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഈ ക്ലാസ് നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കമുള്ള ആൺകുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഓരോരുത്തരെയും മാറി മാറി ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യമായ എല്ലാവരും ശ്രദ്ധങ്ങളെ പതിയുന്ന രൂപത്തിൽ നിങ്ങളെ വിളിക്കും, പേരൊക്കെ പറയും ചിലപ്പോൾ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ്സിനിടയിൽ എന്നെ പറയിപ്പിക്കരുത് കേട്ടോ. ബറക്കല്ലാഹു ഫീക്. അതിനാണ് ഞാൻ ഈ ഗൗരവം പറയും. നമ്മളിരിക്കുന്നത് ഇബാദത്തിലാണ്. നമ്മളിരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് നന്മയായി, സ്വാലിഹായ അമലായി, സൽക്കർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തും ഇൻഷാ അള്ളാഹ്. അതിനെന്ത് ചെയ്യണം? നമ്മളിത് ഇബാദത്താണ്, ഇത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നുള്ള ബോധത്തിൽ നീയത്ത് നന്നാക്കി പഠിക്കണം. ഇതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ ആദ്യമായി ഒരൊറ്റ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, വമജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് കമ്മിൽ യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ثم باقي إلا نزلت عليهم السكينة وحفتهم الملائكة وغشيتهم الرحمة وذكرهم الله في من عنده. പഠിച്ചില്ലേ ഈ ഹദീസ്? ഏതൊരു വിഭാഗം ആളുകളാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊരു ഭവനത്തിൽ, അള്ളാഹുവിൻ്റെ ഭവനം ഏതാണ്? മസ്ജിദാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, 5 നേരവും അവന് സാഷ്ടാംഗം നമിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, ബാങ്കുലികൾ മുഴുകുന്ന, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചു പറയുന്ന, ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന് അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ മസ്ജിദുകളാണ്. മസ്ജിദുകൾ, അള്ളാഹുവിന് മസ്ജിദുകളെക്കാൾ പ്രിയങ്കരമായിട്ടൊരു സ്ഥലവും ദുനിയാവിലില്ല, ഒരു സ്ഥലവുമില്ല. ആ മസ്ജിദിലാണ് നമ്മളുള്ളത്. അല്ല, ഇവിടെ ദീൻ പഠിക്കുന്ന, ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികൾ, അവരുടെ ഹോസ്റ്റൽ ഇവിടെയാണ് അല്ലേ, അവർ നിസ്കരിക്കുന്ന ഇവിടെയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ മസ്ജിദിൻ്റെ മുകളിലാണ്. നിങ്ങളുടെ ഇവിടെ താമസിക്കുന്ന കുട്ടികളുടെ രാവും പകലും ഉറക്കവും ഊണും മുഴുവൻ ഇവിടെയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. അതെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, ഒരു മസ്ജിദിൽ ഒരു സമൂഹം ഒരുമിച്ച് കൂടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനു വേണ്ടി? എന്താണ് അവർ ചെയ്യുന്നത്? യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് അവർ പാരായണം ചെയ്യുകയാണ്. വയതദാറസൂനഹു ബൈനഹും, ഖുർആനിൻ്റെ ആയത്തുകൾ പരസ്പരം പഠിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്താൽ അതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ക്യാമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടുത്തെ ദർസുകളിൽ നമ്മൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്, ഹദീസാണ്, ആസാറുകളാണ്. ഇങ്ങനെ ദീൻ പഠിക്കാൻ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ഒരുമിച്ച് കൂടിയാൽ ഒന്നാമത്തെ നേട്ടം, ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവർക്കുമേൽ അള്ളാഹുവിൻ്റെ സമാധാനം വർഷിക്കാതിരിക്കുകയില്ല. സമാധാനം ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? മനുഷ്യനാണോ സമാധാനം ആഗ്രഹിക്കും. ആ സമാധാനം കിട്ടാൻ വ്യത്യസ്ത വഴികൾ ആളുകൾ തേടുന്നു മാത്രം. ശരിയായ വഴി തേടുന്നവരുണ്ടാവും, തെറ്റായ വഴി സ്വീകരിക്കുന്നവരുണ്ടാവും. അള്ളാഹു ഇല്ല എന്ന് അള്ളാഹു നൽകിയ നാവ് കൊണ്ട് ശബ്ദിക്കുന്ന, പടച്ചവനെ നിഷേധിക്കുന്ന നിരീശ്വരവാദി പോലും സമാധാനം വേണമെന്ന് പറഞ്ഞിട്ടാണോ നിരീശ്വരവാദത്തിലേക്ക് പോയത്? അവിടെ പോയാൽ സമാധാനം കിട്ടുമല്ലോ എന്നാണ് ഓൻ്റെ കേടുവന്ന ബുദ്ധി അവനെ കൊണ്ട് പറയിപ്പിച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് സമാധാനം എന്നത് ആ സാധു അറിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സിലാണ്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഇറങ്ങും. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടിയാൽ ഒന്നാമത്തെ നേട്ടം എന്താണ്? സമാധാനം ഇറങ്ങും. അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരെന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി
അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അവൻ്റെ മസ്ജിദുകളിലേക്ക് എത്തുക എന്നുള്ളത്. സമാധാനമിറങ്ങും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താ ഹദീസിന്റെ ബാക്കി? ഗശ്യത്ഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ അവരെ മൂടിപ്പൊതിയും. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ എന്ത് നന്മ ആഗ്രഹിക്കുന്നുണ്ടോ, ദുനിയാവിലാകട്ടെ നാളെ ആഖിറത്തിലാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന സർവ്വ നന്മകളും നമുക്ക് ലഭിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിരലനക്കാൻ കഴിയില്ല, നമുക്ക് നമ്മുടെ ചുണ്ട് ചലിപ്പിക്കാൻ കഴിയില്ല, നമ്മുടെ ഹൃദയം മിടിക്കുകയില്ല, നമ്മുടെ രക്തം തിളക്കുകയില്ല, നമ്മൾ ചലിക്കുകയില്ല, നമ്മൾ അനങ്ങുകയില്ല, നമ്മൾ ചിരിക്കുകയില്ല, നമുക്ക് സന്തോഷമുണ്ടാകുകയില്ല, നമുക്ക് സമ്പത്തുണ്ടാകുകയില്ല, നമുക്ക് സുഖങ്ങളുണ്ടാകുകയില്ല. ഒന്നും ദീനിയായതാകട്ടെ ദുന്യവിയായതാകട്ടെ, ഇഹലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങളാകട്ടെ പരലോകത്ത് അവസാനിക്കാതെ നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ സുഖങ്ങളാകട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ വെറുക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ആദികൾ, വ്യാധികൾ, ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊന്നും അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റില്ല. ദുനിയാവിലെ ഒരു പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മിൽ നിന്ന് അകലുകയില്ല. നാളെ ആഖിറത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എല്ലാറ്റിനും അടിസ്ഥാനം. ആ കാരുണ്യം വർഷിക്കുന്ന സദസ്സാണിത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയുമെന്നാണ്. തീർന്നോ? മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ നേട്ടം എന്താണ്? വഹഫത്ഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർ നമുക്ക് ചുറ്റുമുണ്ടാകും. മലക്കുകളുടെ സംരക്ഷണ വലയമുണ്ടാകും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ, പ്രത്യേകിച്ച് അവൻ്റെ ദീൻ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. ആ സദസ്സുകളിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്കിടയിൽ സാന്നിധ്യം അറിയിക്കാൻ മലക്കുകൾ മത്സരിക്കുമെന്നാണ്. അങ്ങനെയുള്ള മജ്ലിസുകളിൽ പങ്കെടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേകമായ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. മലക്കുകളുടെ പ്രൊട്ടക്ഷൻ. മലക്കുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ സൈന്യമാണ്. ആ മലക്കുകളുടെ സംരക്ഷണം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മസ്ജിദുകൾ. ഒരു തെറ്റും ചെയ്യാത്ത, നോക്കൂ നിങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപക്കറയും തീണ്ടാത്ത, പാപസുരക്ഷിതരായ, ഏറ്റവും ശ്രേഷ്ഠരായ, ഉന്നതരായ, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരായ, ശക്തരും മല്ലരുമായ, ഏറ്റവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനോഹരമായ സൃഷ്ടിപ്പായ മലക്കുകൾ, അവരുടെ സാന്നിധ്യം അവർ ചുറ്റിപ്പൊതിയും നമുക്ക് ചുറ്റും. അവരുടെ സംരക്ഷണം ഇവിടെ ഉണ്ടാകും, അവരുടെ സാന്നിധ്യമുണ്ടാകും. മൂന്നാമത്തെ കാര്യം, മലക്കുകളോടൊപ്പം നമുക്ക് പാർട്ടിസിപ്പേഷൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാലാമത്തത്, അതാണ് ഈ പറഞ്ഞതിൽ ഏറ്റവും വലിയ നേട്ടം. വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അർശിനു മുകളിൽ, മലക്കുകൾക്കിടയിൽ, മലഉൽ അഅലയിൽ അല്ലാഹു നമ്മെക്കുറിച്ച് പറയുമെന്നാണ്, നമ്മെ സ്മരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ അള്ളാഹു മലക്കുകൾക്കിടയിൽ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അർശിനു മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് സ്മരിക്കുമെന്നാണ്, നമ്മെക്കുറിച്ച് പരാമർശിക്കുമെന്നാണ്, നമ്മുടെ പേര് മെൻഷൻ ചെയ്യുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നാലാള് ബഹുമാനിക്കുന്ന ഒരാൾ, ഒരു നേതാവ്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദ്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന അധികാരി, അതിലൊരു രാഷ്ട്രീയക്കാരൻ, MLA, ഒരു മന്ത്രി, ഒരു രാജാവ് നമ്മെക്കുറിച്ച് നാലാളുകൾക്കിടയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ ക്രെഡിറ്റായി തോന്നുന്നത്, അല്ലെ? വലിയ സംഭവമായി തോന്നില്ല. ആരാണ് നമ്മെക്കുറിച്ച് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എവിടെയാണ് പറയുന്നത്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് മുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കിടയിലാണ് പറയുന്നത്? മലക്കുകൾക്കിടയിൽ, ഒരു തെറ്റും ചെയ്യാത്ത അതിശ്രേഷ്ഠരായ മലക്കുകൾക്കിടയിൽ നമ്മെക്കുറിച്ച് പറയുമെന്നാണ്. അതിന് കാരണമായിട്ടുള്ള സദസ്സാണിത് ഇൻഷാ അല്ലാഹ്. ഈ 4 നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ വരുന്നവർക്ക് ലഭിക്കുന്നത്. എത്ര കാലം നമ്മൾ പഠിക്കുന്നോ അത്ര കാലം നമുക്കിത് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, ഇവിടെ പഠിക്കുന്നവരാകട്ടെ, ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നവരാകട്ടെ,
നമ്മൾ ഈ ഒത്തുകൂടിയ സദസ്സിൻ്റെ ഗൗരവവും പ്രാധാന്യവും നേട്ടവും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളിത് പഠിക്കാനും കേൾക്കാനും ഇരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. അത് നമ്മുടെ നീയത്തിലുണ്ടാകണം. ഇത് നമ്മുടെ നീയത്തിലുണ്ടാകണം. ദുനിയാവിൽ നമ്മൾ ജനിച്ച് മരിക്കുവോളം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ, ഉത്തമമായ, മഹിതമായ, മനോഹരമായ, പവിത്രമായ, മൂല്യവത്തായ ഒരു സദസ്സ് വേറെണ്ടാവോ? കല്യാണപ്പുര ഉണ്ടോ? ഹൗസ് വാമിംഗ് ഉണ്ടോ? ഗാനമേള, DJ പാർട്ടി, സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സെലിബ്രേഷൻ, ഫെസ്റ്റിവൽ. നേരെ മറിച്ച് അവിടേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത അള്ളാഹിൻ്റെ സമാധാനം ഇറങ്ങുന്നിടത്ത് വൃത്തികേടുകളും ഹറാമുകളും തോന്നിവാസങ്ങളും പേക്കൂത്തുകളും അള്ളാഹുവിൻ്റെ കാരുണ്യം മൂതിപ്പൊറിയേണ്ട സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമാകുന്ന സദസ്സുകളിലാണ് ദുനിയാവിലെമ്പാട് നമ്മുടെ ആളുകൾ പങ്കെടുക്കുന്നത്, മുസ്ലിം ഉമ്മത്ത് പോലും, അവരുടെ ആഘോഷവേളകളിൽ പോലും. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ഈ സദസ്സിൻ്റെ വില നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തുടങ്ങിയത് മുതൽ അവസാനം വരെ നിങ്ങൾ ഇരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. ദുനിയാവിൽ ഇതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സദസ്സിലും ഇലാ യൗമിൽ ഖിയാമ ഒരു കാലത്തും നിങ്ങൾക്ക് ചെന്നിരിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയട്ടെ. വല്ലാഹി വതല്ലാഹി സുമ്മ ബില്ലാ, അള്ളാഹു സത്യം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം സുന്നത്തും ബിദ്അത്തും എന്ന ഇസ്ലാമിൻ്റെ മഹത്തായ അടിത്തറയെ വിശദീകരിക്കുന്ന ഒരു വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അല്ലേ? 5 അർക്കാനുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ 5 നെടും തൂണുകൾ, 5 pillars ഓഫ് ഇസ്ലാം. ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ എണ്ണിപ്പഠിക്കുന്ന ആ ഇസ്ലാം കാര്യങ്ങളിൽ നിസ്കാരത്തിനും നോമ്പിനും സകാത്തിനും ഹജ്ജിനും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 2 ഷഹാദത്ത് കലിമകൾ. എന്തിനാണ് ഈ 2 ഷഹാദത്ത് കലിമകൾ ആദ്യം പഠിപ്പിച്ചത്? ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി എണ്ണിയത് നിസ്കാരത്തിനും നോമ്പിനും സകാത്തിനും ഹജ്ജിനും മുമ്പ് എന്തിനാണ് 2 ഷഹാദത്ത് കലിമകൾ എണ്ണിയത്? എന്താണ് അതിൻ്റെ രഹസ്യം? നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തുകളാകട്ടെ, എന്തു നന്മകളാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഏതുമാകട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമകളാകുന്ന ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന അച്ചിൽ, അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു അച്ചിനോട് വിശേഷിപ്പിക്കാം. അച്ചെന്ന് പറഞ്ഞാൽ അറിയില്ലേ? അച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ വേണ്ട നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉണ്ണിയപ്പം അറിയില്ലേ? വേറെ എന്തെങ്കിലും അപ്പം എന്ന് പറയോ അവിടെ? അതിന് പിന്നെ കുഴിയപ്പം. അതുപോലെ തന്നെ സമൂസൻ്റെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അച്ച്, സമൂസ ഉണ്ടാക്കുന്ന ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു അച്ച് കണ്ടില്ലേ? അതിൽ വെച്ച് മാവ് കുഴച്ച് അതിൽ സാധനം ഇട്ടിട്ട് അമർത്തിയെടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ സാധനം വരും. അതിനാണ് അച്ച് എന്ന് പറയാം. ഇതുപോലെ ഇസ്ലാമിലെ ഇബാദത്തുകളാകുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അച്ചിൽ വാർത്തെടുക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും സ്വീകാര്യമാകുകയില്ല. എന്താണ് അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അത് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദമായി തൗഹീദും ശിർക്കും എന്ന വിഷയത്തിന്റെ സമയത്ത് അബൂ സൽമാൻ ഉസ്താദ് സംസാരിക്കും, അബൂ മുആദ് ഉസ്താദ്, ഇൻഷാ അല്ലാഹ്. എങ്കിലും ഇതിന്റെ തുടക്കം അത് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ സുന്നത്തും ബിദ്അത്തും എന്നുള്ള വിഷയം വരേണ്ടത്. അതാണ് അതിന്റെ ക്രമം. സമയ സൗകര്യത്തിന് അങ്ങനെ ചെയ്തായിരിക്കും, അല്ലാഹു അഅലം. അതുകൊണ്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ആ വിഷയത്തിലേക്ക് തരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അച്ചിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ വാർത്തെടുക്കേണ്ടത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? മാ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹനായി, പേനോണ്ട് കളിക്കരുത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. പേനോണ്ട് കളിക്കരുത്, പേന അങ്ങനെ എടുത്തെറിയരുത്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതാണ്, ഇബാദത്തിന് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, അല്ലാഹുവിന് മാത്രം. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ഒരാൾക്കും അതിന് അവകാശമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലുമില്ല.
മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലുമില്ല. പിന്നെയല്ലേ മറ്റുള്ളവർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മരിച്ചവർ, മൺമറഞ്ഞുപോയവർ. ഒരാൾക്കും അള്ളാഹുവിന് നൽകുന്ന ഇബാദത്തുകളിൽ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ അവകാശമില്ല. ദുആ ആകട്ടെ, പ്രാർത്ഥനയാകട്ടെ, സഹായത്തേട്ടമാകട്ടെ, നേർച്ചയാകട്ടെ, വഴിപാടാകട്ടെ, ബലിയർക്കലാകട്ടെ, ഒന്നിനും അവകാശമില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്തിന് അവകാശമില്ല, അർഹതയില്ല. അള്ളാഹുവിന് മാത്രം അത് നൽകുന്നു. തീർന്നോ? പോരാ. അള്ളാഹുവിന് മാത്രം അത് നൽകുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കൂലി മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം കണ്ടാൽ മതി, അവൻ മാത്രം കേട്ടാൽ മതി, അവനെ മാത്രം ബോധിപ്പിച്ചാൽ മതി. വേറെ ആര് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു, അവൻ കേൾക്കുന്നു, അവൻ എനിക്കിതിന് പ്രതിഫലം നൽകുന്നു. അവന് മാത്രം എന്ന് പറഞ്ഞാൽ അതാണ് അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്. അള്ളാഹുന് മാത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹുന് മാത്രം, വേറൊരാൾക്കും ഒരു നിലക്കും അതിൽ പങ്കില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ് നമ്മൾ ഏത് ഇബാദത്ത് നിർവഹിക്കുന്നത്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ എങ്ങനെയാണ് നിർവഹിക്കുക? ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. മഫ്ഹൂം? രണ്ടാമതായി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവനെ കാണിക്കാൻ, അവനെ കേൾപ്പിക്കാൻ, അവനെ ബോധിപ്പിക്കാൻ മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ നിസ്കരിക്കുന്നു, പക്ഷേ സുബ്ഹി എനിക്ക് 4 റക്അത്ത് നിസ്കരിക്കാൻ തോന്നുന്നു. നിസ്കരിക്കാൻ പറ്റും? 2 റക്അത്തുള്ളത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് നിസ്കരിക്കുന്നത്, വേറെ ആരും കാണിക്കാനല്ല, വേറെ ലക്ഷ്യത്തിനും വേണ്ടിയല്ല, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആരെങ്കിലും ചീത്ത പറയുന്നു പേടിച്ചിട്ടല്ല നിസ്കരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കാണിപ്പിക്കാൻ വേണ്ടിയല്ല. പക്ഷേ എനിക്ക് തോന്നിയ റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. അവിടെ എന്താ പോയത്? അവിടെ എന്താ നഷ്ടപ്പെട്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ 2ാമത്തെ ഭാഗമാണ് നഷ്ടപ്പെടുത്തിയത്. അപ്പൊ എന്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം? ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സാധാരണ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും പറയും, അറിയില്ലേ? ദീൻ പഠിക്കുന്ന സാമാന്യം അറിവുള്ള എല്ലാവരും അറിയുന്ന അർത്ഥമാണ്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം പലർക്കും അറിയില്ല. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. എന്താർത്ഥം? മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ റസൂലുള്ളാഹ്. പിൻപറ്റപ്പെടാൻ, അനുകരിക്കാൻ, മാതൃകയാക്കാൻ, റോൾ മോഡലാക്കാൻ അർഹതയുള്ളത് ആർക്കു മാത്രം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ഇനി ആരെങ്കിലും നമ്മൾ പിൻപറ്റുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ, റോൾ മോഡലാക്കുന്നത്, അള്ളാഹിന്റെ റസൂലിനെ അവരനുസരിച്ചിട്ടുണ്ടോ പിൻപറ്റിയിട്ടുണ്ടോ അവരെ നമുക്ക് മാതൃകയാക്കാം. അല്ലാത്ത ഒരാളെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ, ശങ്കയില്ലാതെ പിൻപറ്റുന്നത് പോലെ, അനുകരിക്കുന്നത് പോലെ, മാതൃകയാക്കുന്നത് പോലെ ഒരാളെയും ഒരു വിഷയത്തിലും പിൻപറ്റാനോ മാതൃകയാക്കാനോ അനുകരിക്കാനോ നമുക്ക് അനുവാദമില്ല. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഫ്ഹൂം? അപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടത് ആരെ പിൻപറ്റിയിട്ടാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി. നോമ്പെടുക്കേണ്ടത് ആരെ പിൻപറ്റിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി. നമ്മൾ ആര് വസ്ത്രമെടുക്കുന്ന പോലെയാണ് വസ്ത്രമെടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. നമ്മൾ മുടി മുറിക്കേണ്ടത് ആര് മുറിക്കാൻ പറഞ്ഞ പോലെയാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ ആര് പറഞ്ഞ പോലെ ആയിരിക്കണം. നമ്മൾ ഹെയർ സ്റ്റൈലിൽ അനുകരിക്കേണ്ടത്, റോൾ മോഡലാക്കേണ്ട ആരെയാണ്? കണ്ട ഫുട്ബോൾ കളിക്കാരനാണോ? അതല്ലെങ്കിൽ മുസ്ലിമിന്റെ പേരും വെച്ച ഏതെങ്കിലും സിനിമാ കോന്തനെയാണോ? അതല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സെലിബ്രിറ്റികളെയാണോ? ആണോ? എങ്ങനെയാണ് സ്ത്രീകളെ, പെൺകുട്ടികളെ, സഹോദരിമാരെ നിങ്ങൾ വസ്ത്രമെടുക്കേണ്ടത്? ഇവിടുത്തെ ഏതെങ്കിലും വ്ളോഗർമാരെക്കാലെയാണോ? യൂട്യൂബേഴ്സിനെ പോലെയാണോ? അതല്ലെങ്കിൽ ഫിലിം ആർട്ടിസ്റ്റിനെ പോലെയാണോ? ഫെമിനിസ്റ്റുകളെ പോലെയാണോ? ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പെൺമക്കൾക്ക് എങ്ങനെയാണോ വസ്ത്രം ഉടുപ്പിച്ചത്? മുസ്ലിം ഉമ്മത്തിലെ മഹിളാരത്നങ്ങൾക്ക് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവരെങ്ങനെയാണ് വസ്ത്രം ഉടുത്തത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കപ്പെട്ടില്ലേ, സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ? ഖിത്അതു ഖദ്ദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ, അവിടുത്തെ സ്നേഹഭാജനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്ന് ഫാത്തിമ ബീവി പറയാണ്.
ഏറ്റവും നല്ല പെൺകുട്ടിയുടെ ഡെഫിനിഷൻ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്. ആരാണവർ? പുരുഷന്മാർ കാണാത്ത, പുരുഷന്മാരെ കാണാത്തവർ, പുരുഷന്മാർ, അന്യ പുരുഷന്മാർ കാണാത്ത, സൗന്ദര്യം ആസ്വദിക്കാത്ത, പുരുഷന്മാരെ കാണാത്ത, നിക്കാബിട്ടാലും കണ്ണ് വെളിവാക്കാൻ വേണ്ടി തുറന്നിടുന്ന ഇരു കണ്ണുകളുടെ ആ സ്പേസ് ഉണ്ടല്ലോ നിക്കാബിനിടയിലൂടെ, അതിനിടയിലൂടെയാണെങ്കിൽ പോലും അന്യ പുരുഷന്മാരെ ബോധപൂർവം നോക്കാത്ത, തന്നെ നോക്കി ആസ്വദിക്കാൻ തന്റെ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രകടമായ മുഖഭാവം പോലും തുറന്നിടാത്ത, അതിനപ്പുറത്ത് ശരീരം മുഴുവൻ മറക്കുന്ന അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ ഹിജാബ് അണിയുന്ന, പുരുഷന്മാർ കാണാത്ത, പുരുഷന്മാരെ കാണാത്ത പെൺകുട്ടികൾ ആരാണോ, സ്ത്രീകൾ ആരാണോ, അവരാണ് നല്ല സ്ത്രീകൾ. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ത്രീകളുടെ വിശേഷണമുള്ളവരാകണം നമ്മൾ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും, നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും മാത്രമല്ല, ഏത് വിഷയത്തിലും, ഏതു രംഗങ്ങളിലും എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കില്ലാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം നമ്മൾ ഉറക്കമുണർന്നത് മുതൽ, കിടക്കപ്പായിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ, അതേ ദിവസം ഉറങ്ങാൻ വേണ്ടി കിടക്കപ്പായിലേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള ഓരോ സെക്കൻഡും, ഓരോ നിമിഷങ്ങളും നിങ്ങളൊന്ന് നോക്കൂ. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അധ്യാപനങ്ങളും ഡയറക്ഷനും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക? ഉറക്കത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. എന്തുവാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം, ഉറക്കം ഒരു ലഘുവായ മരണമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഉറക്കത്തിൽ തന്നെ നമ്മൾ മരിക്കുമായിരുന്നു. ഉറക്കത്തിൽ നമ്മുടെ റൂഹിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നുണ്ട് മലക്കുകളിലൂടെ. അള്ളാഹു നമുക്ക് വീണ്ടും പിറ്റേന്ന് ജീവൻ നൽകാൻ ഉദ്ദേശിച്ചാൽ ആ റൂഹിനെ തിരിച്ചിടും. അതല്ല നമ്മെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റൂഹിനെ അള്ളാഹു പിടിച്ചു വെക്കും. എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ നമ്മൾ മരണത്തിലേക്കാണ് പോകുന്നത്. ലഘുവായ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ. ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. നമ്മൾ മരിച്ചിരുന്നു ഉറക്കത്തിലൂടെ. ലഘുവായ മരണം നമ്മളെ ചിന്തിക്കലില്ല. അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കം. അങ്ങനെ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശുദ്ധി വരുത്താൻ വേണ്ടി, വുളു എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പല്ല് തേക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ നിശ്ചയിച്ച സ്ഥലത്തേക്കോ പോകുന്നു. കൈ കഴുകുന്നു. വുളു എടുക്കുന്നതിന് മുമ്പ് ആദ്യം വുളുവിൻ്റെ പാത്രത്തിൽ കൈയിടുന്നതിന് മുമ്പ് 3 തവണ കൈ കഴുകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ പല്ല് തേക്കാൻ എങ്ങനെ, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പല്ല് തേക്കുന്നതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വുളു എടുക്കുന്നു. ഇനി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഏത് കാല് വെക്കണം? അവിടെ ഏത് കാല് നിങ്ങൾ വെച്ചിട്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കണം? അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തു ചൊല്ലണം? ശൈത്വാനിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു അള്ളാഹുവിനോട്. എങ്ങനെ അവിടെ സമയം ചെലവഴിക്കണം? പെട്ടെന്ന് കാര്യം സാധിച്ചു പോരണം. അവിടെ നിന്ന് വർത്താനം പറയാൻ പാടില്ല, ഒച്ചുണ്ടാക്കാൻ പാടില്ല. വേഗം കാര്യം സാധിച്ച് പുറത്തിറങ്ങണം. വൃത്തിയായി ശുചീകരിക്കണം, ക്ലീൻ ചെയ്യണം. അല്ല, ഇസ്ലാമിന്റെ ശുചീകരണ നിയമങ്ങൾ വേറൊരു ദീനിനും അവകാശപ്പെടാനില്ലാത്തതാണ്. മറ്റുള്ളവർക്ക് മൂത്രമൊഴിച്ചാലോ യൂറിൻ പാസ് ചെയ്താലോ കഴുകന്നെ വേണ്ട. അതാണ് അവരുടെ വൃത്തിയുടെ പാഠം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിർബന്ധമാണ് മുസ്ലിമിനത്. നോക്കൂ നിങ്ങൾ, എങ്ങനെ ക്ലീൻ ആക്കണമെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പുറത്തേക്ക് എങ്ങനെ ഇറങ്ങണം, പുറത്തിറങ്ങിയാൽ എന്ത് ചൊല്ലണം, അത് കഴിഞ്ഞ് നിസ്കാരം, ബാങ്കിന് ജവാബ് കൊടുക്കണം, ബാങ്കിന് ശേഷമുള്ള ദുആ, നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ വീട്ടിൽ നിന്നുള്ള ദുആ, വീട്ടിന്റെ വാതിലടച്ചാൽ വീട്ടിൽ നിന്ന് ഏത് കാലാദ്യം വെക്കണം, ചെരുപ്പ് ധരിക്കുകയാണ് ഏത് കാലാദ്യം ധരിക്കണം, വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണം, എന്തു ചൊല്ലണം, വസ്ത്രം മൂരി വെക്കുകയാണ് എങ്ങനെയാണത്, വാഹനത്തിൽ കയറുന്നു എങ്ങനെ, എന്തു ചൊല്ലണം, മസ്ജിദിലേക്ക് വരുന്നു എന്തു ചൊല്ലണം, മസ്ജിദിൽ പ്രവേശിക്കുന്നു ഏത് കാല എന്തു ചൊല്ലണം, മസ്ജിദിൽ കയറിയാൽ ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങി ഓരോന്നും. ഭക്ഷണം കഴിക്കുകയാണ്, ടേബിൾ മാനേഴ്സ് എങ്ങനെയാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞു ചൊല്ലണം. ഒരു വറ്റുപോലും ഒരു ഉരുള പോലും വേസ്റ്റ് ആക്കാതെ ഭക്ഷണം കഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്തുതിക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം, പള്ള നിറയെ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കാനല്ല ഇസ്ലാമിന്റെ സംസ്കാരം. എത്ര അളവിൽ കഴിക്കണം എന്നുവരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഓരോ രംഗത്തും പറയാൻ എങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരൂല. ഓരോ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡയറക്ഷൻ ഉണ്ട്. ഇതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ വാക്കായി, അവിടുത്തെ പ്രവൃത്തിയായി, അവിടുത്തെ പെർമിഷനായി, സഹാബത്ത് ചെയ്തതിന് അവിടുന്ന് നൽകിയ അംഗീകാരമായി, ഓതന്റിക്കായ ആധികാരികമായ അവിടുത്തെ ആയിരക്കണക്കിന് ഇന്നും നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടുള്ള ഹദീസുകൾ മൊബൈൽ ആപ്ലിക്കേഷനായി മറ്റുമൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ അതിൻ്റെ പരിഭാഷകൾ ട്രാൻസ്ലേഷൻ ലഭ്യമാകുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് അവിടുത്തെ ആധികാരികമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട അവിടുത്തെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരവും, അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ രണ്ടാം പാതിയുടെ താല്പര്യം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആളുകൾ മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അതും മനസ്സിലാക്കാത്തവരുണ്ട്. എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ആളുകൾ പോലും ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ്, തൗഹീദുള്ളവരാണ് എന്ന് പറയുന്നവർ പോലും അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ നമുക്ക് എന്ത് വേണം? സുന്നത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ ആധികാരികത വേണം. എന്നാൽ മറ്റു ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ, അതല്ലെങ്കിൽ ഡ്രസ് കോഡ്, ഹെയർ സ്റ്റൈൽ, ടേബിൾ മാനേഴ്സ്, കച്ചവടം ചെയ്യുന്നവർ എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ കൃത്യമായ ഡയറക്ഷനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രമുണ്ട്, എക്കണോമിക്സ് ഉണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ന് ലോക സമൂഹം ഏറ്റവും വെല്ലുവിളിയിൽ, പ്രതിസന്ധിയിൽ നേരിടുന്നതാണ് ലോകത്തിന്റെ സാമ്പത്തിക രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ സാമ്പത്തിക ശാസ്ത്രം അത് സ്വഹാബത്ത് നടപ്പിലാക്കിയപ്പോൾ ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ കാലത്ത് സകാത്തിന്റെ അവകാശികളായിട്ട് സകാത്ത് വാങ്ങാൻ പാവപ്പെട്ടവരില്ലാതെ പോയി എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് സ്വഹാബത്ത് ഖുലഫാ ഉർ-റാഷിദീകൾ നടപ്പിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രം. ഒന്ന്, സകാത്ത് നിർബന്ധമാക്കി ധനികർക്ക്. അപ്പോൾ പാവപ്പെട്ടവർക്കൊക്കെ അവർക്ക് ആവശ്യമുള്ള വക ലഭിച്ചു. രണ്ട്, പാവപ്പെട്ടവരിൽ നിന്ന് ധനികന്മാർ പിടിച്ചെടുക്കുന്ന പലിശ, ആ പലിശ ഹറാമാക്കി. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർ അവരില്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് താന്നു പോകുന്ന അവസ്ഥ ഇല്ലാതായി. ഇത് രണ്ടും വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി പോയി. ഒന്ന് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഏത് രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, അവിടുത്തെ അധ്യാപനങ്ങളിൽ ഡയറക്ഷനുണ്ട്. ഏതു രംഗത്തും, നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും മാത്രമാണ്. ഏതു രംഗത്തും അത് നന്മ മാത്രമാണ്, അത് ഖൈറ് മാത്രമാണ്, അത് ഗുണം മാത്രമാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. ഇതാണ് സുന്നത്ത്. ഇനി നമുക്ക് ഇതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് വരാം. ഇത്രയും ഞാൻ പറഞ്ഞതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ്, ഒരു ആമുഖം എന്നുള്ള നിലക്കാണ്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അഹ്ലുസുന്ന വൽ ജമാഅ അതിന് നൽകുന്ന ഡെഫിനിഷൻ, നിർവചനം. സുന്നത്തും ബിദ്അത്താണ് നമ്മളെ വിഷയം. ഉലമാക്കൾ പറഞ്ഞു, അൽ ഹദിയു അല്ലദീ കാന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ഇൽമൻ വഇഅ്തിഖാദൻ വഖൗലൻ വഅമലൻ വഹിയ സുന്നത്തു അല്ലതി യജിബു ഇത്തിബാഅഹാ വയുഹ്മദു അഹ്ലുഹാ വയുദമ്മു മൻ ഖാലഫഹാ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ജീവിച്ച മാർഗം. അതേതാണോ അതാണ് സുന്നത്ത്. ഇൽമൻ, എന്തായിരുന്നു അവരെ അറിവ്? എന്തായിരുന്നു അവരെ ഇൽം? എന്തായിരുന്നു അവരെ അറിവ്? അത്. വഅ്തിഖാദൻ, എന്തായിരുന്നു അവരെ വിശ്വാസം? അത്. വഖൗലൻ, എന്തായിരുന്നു അവരെ വാക്ക്? അത്. വഅമലൻ, എന്തായിരുന്നു അവരെ പ്രവർത്തനം? അത്. ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും അറിവെന്തായിരുന്നു? റസൂലുള്ളാഹിയുടെയും സ്വഹാബത്തിന്റെയും വിശ്വാസം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും വാക്കെന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പ്രവർത്തനം എന്തായിരുന്നു? അതാണ് സുന്നത്ത്. അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന, പിൻപറ്റേണ്ടുന്ന. അത് പിൻപറ്റുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിട്ടുള്ള നേരായ മാർഗം. അതിനെതിരെ നടക്കുന്നവർ വിശ്വാസത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അറിവിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ മാർഗത്തിനോട് ആരാണോ എതിരാകുന്നത്, ബോധപൂർവമാണെങ്കിൽ അറിയാതെയാണെങ്കിൽ,
അവർ ആക്ഷേപിക്കപ്പെടുന്നവരാണ്. ഇതാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞൊരു താരീഫ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ ആസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിനൻ വലാഹിറൻ വത്തിബാഉ സബീല സാബിഖീന അൽഅവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകളെ, അവിടുത്തെ ജീവിത ദർശനങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ വാക്കിലൊക്കെ പെട്ടു. പ്രത്യക്ഷമായി പിൻപറ്റുന്ന പറഞ്ഞാൽ വാക്കിലും പ്രവൃത്തിയിലും, പരോക്ഷമായി പിൻപറ്റുന്ന പറഞ്ഞാൽ അറിവിലും വിശ്വാസത്തിലും. അറിവിലും വിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉള്ളിലും പുറത്തും പ്രത്യക്ഷമായും പരോക്ഷമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ വഴി എന്താണോ, അവിടുത്തെ കാൽപ്പാടുകൾ എന്താണോ, അതിനു ചാണിനു ചാണായി മുഴത്തിനു മുഴമായി സമ്പൂർണമായി ചോദ്യം ചെയ്യാതെ സംശയലേശമന്യേ കംപ്ലീറ്റ് ആയി പിൻപറ്റുക. ഇതിനെന്താ പറയാ? സുന്നത്ത് എന്ന് പറയുക. അതുപോലെ തന്നെ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആ മാർഗത്തെ ആദ്യം പിന്തുടർന്നവർ ആരാണത്? സഹാബത്ത്. അവരുടെ മാർഗവും അതുപോലെ പിൻപറ്റുക. കാരണം എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അവിടെ നിർത്തിയില്ല. പിന്നെന്താ പറഞ്ഞു? വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദുകളുടെ സഹാബത്തിന്റെ മാർഗത്തെയും നിങ്ങൾ പിൻപറ്റുക, മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് പിടിവിടാതെ കടിച്ചു പിടിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എന്താണോ അവരുടെ അറിവായിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു അവരുടെ വിശ്വാസമായിട്ടുണ്ടായിരുന്നത്, അഖീദ എന്തായിരുന്നു, അവരുടെ വാക്ക് എന്തായിരുന്നു, അവരുടെ പ്രവർത്തനം, അതേത് രംഗത്തുമാകട്ടെ, ഇതാണ് സുന്നത്ത്. ഈ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്. അണപ്പല്ലുകൾ കൊണ്ട് പിടിവിടാതെ കടിച്ചു പിടിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ വാക്കിന്റെ താല്പര്യം ഇതാണ്. അല്ലാഹു നമുക്കത് നടപ്പിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, അതിനെ മൂന്നായി നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3 റുക്നുകളായി. ദുനിയാവിലും ആഖിറത്തിലും സഅദത്തു ദുനിയ വൽ ആഖിറ മബ്നിയത്തുൻ അലാ അർക്കാനിൻ സലാസാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, നന്മകൾ, അതിനെ 3 തൂണുകളിലായി, 3 റുക്നുകളായി നമുക്ക് വിഭജിക്കാം. ഒന്നാമത്തേത് അൽ ഇസ്ലാം, ഇസ്ലാമാണ്. രണ്ടാമത്തേത് അസ്സുന്ന, സുന്നത്താണ്. മൂന്നാമത്തേത് അൽ ആഫിയത്തു ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുന്ന സൗഖ്യമാണ്, രക്ഷയാണ്. ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ അവന് ദുനിയാവും ആഖിറവും ലഭിച്ചു എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും അവൻ വിജയിച്ചു എന്നാണ്. അതിലൊന്നാമത്തെ കാര്യം ഇസ്ലാമാണ്. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുക, തൗഹീദിലേക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന സുന്നത്തിലാകുക എന്നുള്ളതാണ്. വാക്കിലും പ്രവൃത്തിയിലും അറിവിലും വിശ്വാസത്തിലും സുന്നത്തുണ്ടാകുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തിലായിരിക്കുക. മൂന്നാമതായി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് സൗഖ്യം നൽകുക, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നമുക്ക് വേണ്ടുന്ന നന്മകൾ അള്ളാഹു കനിഞ്ഞു നൽകുക. ഇതാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും സൗഭാഗ്യത്തിൻ്റെ അടയാളം. അതുകൊണ്ട് സുന്നത്ത് എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്നതാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഒരാളുടെ ജീവിതത്തിൽ ഇസ്ലാമും സുന്നത്തും എത്രത്തോളമുണ്ടോ അത്രത്തോളം അവൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും,
അവന്റെ ഹൃദയത്തിന് ജീവനുണ്ടാകും. എപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരാളുടെ ഹൃദയത്തിൽ സ്റ്റേബിളായി, ഉറപ്പോടെ, കനത്തോടെ, ഇളകാതെ, ചെരിയാതെ, മറിയാതെ നിലനിൽക്കുന്നത്, അപ്പോഴെല്ലാം അവന്റെ ഹൃദയത്തിൽ സന്തോഷം വർദ്ധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ ദീനിനെതിരെ സഞ്ചരിക്കുന്ന, സുന്നത്തിനെതിരെ സഞ്ചരിക്കുന്ന പൈസക്കാർ, സെലിബ്രിറ്റികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ടെർമിനോളജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ദുനിയാവിൻ്റെ സകല ആളുകൾ, അവരൊക്കെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അവരൊക്കെ പുറമേക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അവർ അഭിനയമല്ല ജീവിതം. അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയമാണ് ശരിക്കും സമാധാനത്തിൻ്റെ ഉറവിടം. ആ കൽബിനകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ കൽബിനെ പടച്ച റബ്ബ് പറഞ്ഞു, അലാ ബിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർക്കുണ്ടാകണമെന്ന്. അവരുടെ കൽബിനെ പടച്ച, നമ്മുടെ കൽബിനെ പടച്ച, സർവ്വ മനുഷ്യരെയും പടച്ച അള്ളാഹുവാണത് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീനും ഇസ്ലാമും സുന്നത്തും സ്വീകരിക്കാത്ത ഒരാൾക്കും ഹൃദയത്തിൽ അതിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കുന്ന, കയ്യിൽ പൈസയില്ലെങ്കിലും, അല്ലെ നമ്മൾ കണ്ടു ഫിലിസ്തീനിലെ രംഗം, യുദ്ധഭൂമിയിലെ കുട്ടികളുടെ നിർഭയത്വം. യുദ്ധവിമാനങ്ങൾ ആകാശത്തുകൂടി തങ്ങളുടെ വീടിന് മുകളിലൂടെ പറക്കുകയാണ്. കെട്ടിടങ്ങൾ ചുറ്റും തകർന്നടിയുകയാണ്. ഉറ്റവരും ഉടയവരും ജീവച്ഛവമായി ചുറ്റും മരിച്ചു വീഴുകയാണ്. ഏത് നിമിഷവും തങ്ങളുടെ മുകളിൽ മിസൈലും ബോംബും വർഷിക്കാമെന്ന ഭീതിയിൽ ഉമ്മമാരവരെ കൂട്ടിപ്പിടിച്ച് കരയുമ്പോൾ പോലും അവർ പറയുന്നത് ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ. നിങ്ങളെ ബോംബിട്ട് ഇവിടെ ചാമ്പലാക്കും, നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ചോദിച്ചപ്പോൾ നസീറു ഇലാ റബ്ബിന, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ റബ്ബിലേക്ക് യാത്രയാകും എന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത്. യാ സുബ്ഹാനല്ലാഹ്, എവിടുന്ന് കിട്ടി സമാധാനം? നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ആ രംഗങ്ങളിൽ? ഇങ്ങനെ ദുനിയാവ് മുഴുവനെതിരായാലും, ദുനിയാവിലെല്ലാം നഷ്ടപ്പെട്ടാലും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളുണ്ടല്ലോ, കൽബ് തൊടുന്ന വാക്ക്, അതാർക്കേ കിട്ടുള്ളൂ? ഇസ്ലാമിലും സുന്നത്തിലും ജീവിക്കുന്നവർക്ക്. വകുല്ലമാ കാന അർസഖ ഫീഹി മാ കാന ഖൽബുഹു അശദ്ദ ഫർഹൻ ഹത്താ അന്നൽ ഖൽബ ലയർഖുസ് ഫർഹൻ ഇദാ ബാശറ റൂഹ സുന്ന അഹ്സന മാ യകൂനു الناസ് വഹുവ മുംതലിഉൻ അംനൻ അഖ്വഫ് മാ യകൂനു الناസ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിലെ സന്തോഷം കൊണ്ട് അവരുടെ ഹൃദയം ആനന്ദ നൃത്തം ചവിട്ടും. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമാണ്, ബലീഗായ ഒരു പ്രയോഗം. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ജനങ്ങൾ മുഴുവൻ ദുഃഖിതരാകുന്ന രംഗമാണെങ്കിലും, ജനങ്ങൾ മുഴുവൻ പേടിച്ചു വിറക്കുന്ന സാഹചര്യമാണെങ്കിലും, ഈമാനും ഇസ്ലാമും സുന്നത്തും ഉള്ളവന്റെ ഹൃദയം സന്തോഷത്തിലായിരിക്കും, ആഹ്ലാദഭരിതമായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ സുന്നത്ത് എന്നത് ഹിസ്നുല്ലാഹിൽ ഹസീൻ, അല്ലാഹു അതിൻ്റെ ആളുകൾക്ക് നൽകുന്ന ഭദ്രമായ കോട്ടയാണ്. മൻ ദഖലഹു കാന മിനൽ ആമിനീൻ. ആരാണോ സുന്നത്തിന്റെ കോട്ടയിൽ പ്രവേശിക്കുന്നത് അവൻ നിർഭയത്വമുള്ളവനായിരിക്കും. ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അസ്സുന്നത്തു സഫീനത്തു നൂഹ്. സുന്നത്ത് എന്നത് മഹാപ്രളയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയ കപ്പലുണ്ടല്ലോ, കേട്ടിട്ടില്ല നിങ്ങൾ നൂഹ് നബിയുടെ ചരിത്രം? നൂഹ് നബിയെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു രക്ഷിച്ച കപ്പൽ, ആ കപ്പൽ പോലെയാണ് സുന്നത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൻ റകിബഹാ നജ. ആരാണോ സുന്നത്താകുന്ന കപ്പലിൽ ഈ ദുനിയാവിന്റെ ഫിത്തനകളാകുന്ന മഹാപ്രളയത്തിൽ കയറി രക്ഷപ്പെട്ടത്, അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു. ആരാണോ സുന്നത്താകുന്ന കപ്പലിൽ കയറാതെ ദുനിയാവിന്റെ പ്രളയത്തിലും തോന്നിവാസങ്ങളിലും സുഖലോലുപതയിലും ദുനിയാവാകുന്ന ഈ പ്രളയത്തിൽ മുങ്ങി നശിച്ചത്, അവൻ നശിച്ചുപോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സുന്നത്ത് എന്നത് നമുക്ക് സുരക്ഷയാണ്. മഹാപ്രളയത്തിൽ സുരക്ഷിത തീരത്തേക്ക് എത്തിക്കുന്ന കപ്പൽ പോലെയാണ്. വബാബുൽ അഅ്ളം അല്ലദീ മൻ ദഖലഹു കാന ഇലൈഹി മിനൽ വാസിലീൻ. സുന്നത്ത് എന്നത് മഹത്തായ കവാടമാണ്, വാതിലാണ്. എന്താണ് ആ വാതിലിന്റെ പ്രത്യേകത? സുന്നത്താകുന്ന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് നടന്നെടുക്കാൻ നമ്മെ
തുറന്നു കാണിക്കുന്ന കവാടമാണ് സുന്നത്ത് എന്ന് മുൻഗാമികൾ പറയുന്നു. വയസ്ആ നൂറുഹാ ബൈന ഐദീഹിം ഇദാ തഫിഅത് ലിഅഹ്ലിൽ ബിദ്അ വന്നിഫാഖ് അഹ്ലുൽ ബിദ്അ വന്നിഫാഖ്. സുന്നത്ത് ഖിയാമത്ത് നാളിൽ അതിൻ്റെ ആളുകൾക്ക് പ്രകാശമാകുമെന്നാണ്. എന്നാൽ ബിദ്അത്തിൻ്റെയും സുന്നത്തിൻ്റെ ശത്രുക്കളുടെയും മുനാഫിക്കുകളുടെയും പ്രകാശം അന്ന് കെട്ടുപോകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അല്ലെ, ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ കാണും. എങ്ങനെ കാണും? അവരുടെ മുമ്പിലൂടെയും വലതുഭാഗത്തുകൂടെയും പ്രകാശം സഞ്ചരിക്കുന്നു. മുഅ്മിനീങ്ങളുടെ മുമ്പിലും വലതുഭാഗത്തും പ്രകാശമുള്ളവരായി നീ അവരെ കാണും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, സിറാത്ത് എന്ന പാലത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് കുറുകെ തീർക്കുന്ന, സ്വർഗത്തിലേക്കെത്താൻ നമ്മെ സഹായിക്കുന്ന, തലനാരിഴയേക്കാൾ നേർത്ത, വാളിനേക്കാൾ മൂർച്ചയുള്ള, വഴുതിപ്പോകുന്ന, അതിൻ്റെ ഇരുവശത്തെ നരകത്തിലേക്ക് നമ്മെ വലിക്കുന്ന കൊളുത്തുകളും ആമങ്ങളുമുള്ള ഭീതിതമായ സിറാത്ത് എന്ന പാലം. ആ സിറാത്ത് എന്ന പാലത്തിൽ കാറ്റിൻ്റെ വേഗതയിൽ, മിന്നൽ പിണരിൻ്റെ വേഗതയിലോടുന്ന കുതിരയുടെ വേഗതയിൽ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നവരുണ്ടാകും. അവർക്ക് ആ സഞ്ചാരത്തിന് സഹായിക്കുന്ന പ്രകാശം അവരുടെ മുമ്പിലും വലതുഭാഗത്തും ഉണ്ടാകും. ചിലർക്ക് ലഭിക്കുന്ന പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയായിരിക്കും. ചിലരുടെ പ്രകാശം ഒരു വലിയ മലയോളമായിരിക്കും. ചിലരുടെ പ്രകാശം നല്ല ഒത്ത നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പ്രകാശം പോലെയായിരിക്കും. അതിലേറ്റവും കുറഞ്ഞ പ്രകാശം ലഭിക്കുന്നവർ, അവരുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൻ്റെ വിരൽ തുമ്പത്ത് ഇടക്ക് കത്തുകയും ഇടക്ക് അണയുകയും ചെയ്യുന്ന പ്രകാശം പോലെയായിരിക്കും. ഇങ്ങനെ അല്ലാഹു സ്വർഗത്തിലേക്ക് സിറാത്ത് എന്ന പാലത്തിലൂടെ പ്രകാശം നൽകി അവർ ആനയിക്കും. അത് കാണുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഈ ആയത്തെ പറഞ്ഞത്, സൂറത്തുൽ ഹദീദിലെ 12-ാമത്തെ ആയത്ത്. അവരോട് പറയും, ബുശ്റാകുമുൽ യൗം, നിങ്ങൾക്കിന്ന് സന്തോഷമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. എന്താണ് ആ സന്തോഷ വാർത്ത? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലിക ഹുവൽ ഫൗസുൽ അദീം. ഒരിക്കലും മരിക്കാതെ നിങ്ങൾ സുഖിച്ച് ജീവിക്കുന്ന, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് നിങ്ങൾക്കിന്ന് സന്തോഷ വാർത്തയായിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും മഹത്തായ വിജയം എന്ന് അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ഇതാർക്ക് ലഭിക്കുക? സുന്നത്തിൻ്റെ ആളുകൾക്കാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർക്കാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ ഒരു മടി നമുക്ക് തോന്നരുത്. അലർജി ഉണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്, കുറച്ചിലുണ്ടാകരുത്. നമ്മുടെ വേഷം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ സ്വഹാബത്തിൻ്റെ മാർഗമാണ്. ആ വേഷമെടുത്തണിയുന്നതിൽ, അതണിഞ്ഞ് പുറത്തു പോകുന്നില്ല, നമുക്കൊരു മടിയുണ്ടാവരുത്, നമുക്കൊരു കുറച്ചിലും തോന്നി, അഭിമാനമുണ്ടാകണം. നമ്മൾ അല്ലാഹു പ്രകാശം നൽകുന്നവരാണ്. അവരുടെ മുമ്പിലും പിമ്പിലും വലതും ഇടതും താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും പ്രകാശമുണ്ടാകുമെന്ന്. ദീനിന്റെ പ്രകാശം, സുന്നത്തിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ സംരക്ഷണത്തിന്റെ പ്രകാശം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇംറാനിൽ നമുക്ക് വായിക്കാം 106-ാമത്തെ ആയത്ത്, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ഖിയാമത്ത് നാൾ, അന്ന് ചില മുഖങ്ങൾ വെളുത്തു പ്രകാശിക്കും, വേറെ ചില മുഖങ്ങൾ കറുത്ത് കരുവാളിക്കും. ഈ കൂട്ടത്തിൽ രണ്ടു കൂട്ടരിലും വെളുത്ത നിറമുള്ളവരും ഉണ്ടാകാം, കറുത്ത നിറമുള്ളവരും ഉണ്ടാകാം. പക്ഷെ നിറത്തിന്റെ കാര്യമല്ല പറയുന്നത്. അള്ളാഹു നൽകുന്നൊരു പ്രകാശമുണ്ട്. അവർ ദുനിയാവിൽ കറുത്തവരാണെങ്കിലും സുന്നത്തിന്റെ ആളുകളാണോ, അവരുടെ മുഖം ആഖിറത്തിൽ പ്രകാശിക്കുമെന്നാണ്. വെളുത്തവരാണെങ്കിൽ പോലും സുന്നത്തിനെതിരായി നടന്നവരാണോ, ജീവിച്ചു മരിച്ചവരാണോ, അവരുടെ മുഖം അന്ന് കറുത്ത് കരുവാളിക്കുമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ ആയത്തിനെ വിശദീകരിക്കവേ, ഖിയാമത്ത് നാളിൽ വെളുത്തു തിളങ്ങുന്ന പ്രകാശപൂരിതമാകുന്ന മുഖം അഹ്ലുസുന്നയുടേതാണ്, സുന്നത്തിന്റെ വക്താക്കളുടേതാണ്. വൽ ഇഖ്തിലാഫ്, സുന്നത്തിൽ ഒരുമിച്ചവരുടേതാണ്. വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വത്തഫറുഖ്, അന്ന് കറുക്കുന്ന കരുവാളിക്കുന്ന മുഖം സുന്നത്തിനെതിരായ, ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിന്റെ പേര് പടച്ചുണ്ടാക്കി. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് അവിടേക്ക് ഞാൻ വരും. ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ മുഖങ്ങൾ, അങ്ങനെ ഭിന്നിപ്പിലേർപ്പെട്ട ദീനിലില്ലാത്ത നടപടിക്രമങ്ങളുമായി ദുനിയാവിൽ ജീവിച്ചു മരിച്ചവർ,
അവരുടെ മുഖങ്ങളെന്ന് കറുത്ത് കരുവാളിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മുഖങ്ങൾ പ്രകാശിക്കുന്ന സുന്നത്തിൻ്റെ വക്താക്കളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സുന്നത്തിനെ പറ്റിയുള്ള സംസാരം 6 പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിലേക്ക് വരാം. ശരി, ഇതാണ് സുന്നത്ത്. സുന്നത്ത് മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇതാണ്, ഗൗരവം ഇതാണ്, മഹത്വം ഇതാണ്, പോരിശ ഇതാണ്. ഇത് വിശാലമായ വിഷയമാണ്. ഇതിനെ വിശദീകരിക്കാൻ ഉലമാക്കൾ വോള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് അത് പറയാമെന്നുള്ളത് വളരെ ശ്രമകരമായ വിഷയമാണ്. അതിൽ ആവശ്യമുള്ള അതിൻ്റെ പ്രാധാന്യവും പോരിശയും മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശാലമായ വിഷയമാണ്. സുന്നത്തിൻ്റെ ആളുകളെ, അഹ്ലുസുന്ന വൽ ജമാഅയെ തിരിച്ചറിയാൻ പറ്റുന്ന 6 അടയാളങ്ങൾ, 6 ലക്ഷണങ്ങൾ ഞാൻ പറയാം. സാധിക്കുന്നവരൊക്കെ ഇത് എഴുതിയെടുക്കണം. ഇതുപോലെയാകാൻ നമ്മൾ ശ്രമിക്കണം. ഒന്നാമതായി അൽ-ഇഅ്തിസാമു ബിൽ കിതാബി വസ്സുന്നതി വൽ അദ്ദു അലാ ദാലിക ബിൻ നവാജിദ്. കിതാബും സുന്നത്തും, അല്ലാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളും സുന്നത്തും മുറുകെ പിടിക്കുന്നവരായിരിക്കും അവർ. എങ്ങനെ മുറുകെ പിടിക്കും? നമ്മൾ നേരത്തെ ഹദീസിൽ പറഞ്ഞ പോലെ അൽ അദ്ദു അലാ ദാലിക ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് പിടിവിടാതെ മുറുകെ കടിച്ചു പിടിക്കുന്നവരായിരിക്കും അവർ. ആര്? സുന്നത്തിൻ്റെ ആളുകൾ. ഏത് രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിലുണ്ട്, ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും അവർ ചിന്തിക്കില്ല. അത് അണപ്പല്ലുകൾ കൊണ്ട് പിടിവിടാതെ കടിച്ചു പിടിക്കും. ഇവരാണ് സുന്നത്തിൻ്റെ ആളുകൾ. ഇവരുടെ മുഖങ്ങളാണ് പരലോകത്ത് ഖിയാമത്ത് നാളിൽ വെളുത്ത് പ്രകാശിക്കുക. ഒന്ന്, വിശദീകരിക്കുന്നില്ല, പറഞ്ഞു മാത്രം പോവാം. രണ്ടാമത്തെ കാര്യം അത്തഹാഖുമു ഇലൽ കിതാബി വസുന്നത്തി ഫിൽ ഉസൂലി വൽ ഫുറൂ'. അടിസ്ഥാനപരമായ വിഷയങ്ങളിലും ശാഖാപരമായ വിഷയങ്ങൾ. ഇസ്ലാമിന് ഉസൂലുകളുണ്ട്, അതുപോലെ തന്നെ ഫുറൂഅകളുണ്ട്. ഉസൂലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിത്തറകൾ. അതിലാർക്കെങ്കിലും അബദ്ധം പറ്റിയാൽ ഇസ്ലാമിൽ തന്നെ പുറത്തു. ഫുറൂഅകൾ എന്ന് പറഞ്ഞാൽ അതിന് താഴെ വരുന്ന ശാഖാപരമായ വിഷയങ്ങൾ. അതിലാർക്കെങ്കിലും അബദ്ധം പറ്റിയാൽ അവൻ്റെ ദീനിലും ഈമാനിലും ഇസ്ലാമിലും കുറവുണ്ടാകും, ബലഹീനതയുണ്ടാകും. ഈ 2 രംഗങ്ങളിലും ഫുറൂഇയായ ശാഖാപരമായ വിഷയങ്ങളും, ഫുറൂഇയായ വിഷയങ്ങൾക്ക് പൊതുവെ ഫിഖ്ഹിയായ മസലകൾ എന്ന് പറയും. ഫിഖ്ഹിന്റെ മസലകളെയാണ് സാധാരണഗതിയിൽ ഫുറൂഇയായ വിഷയങ്ങൾ എന്ന് പറയും. ഉസൂലിയായ വിഷയങ്ങൾ, അഖദീയായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അഖീദയുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉസൂലുൽ ഈമാൻ, ആ കാര്യങ്ങളെയാണ് ഉസൂലിയായ വിഷയങ്ങൾ എന്ന് പറയാം. വിശ്വാസപരമായ അസ്ലിയായ അടിസ്ഥാനപരമായ വിഷയങ്ങളിലാകട്ടെ, ശാഖാപരമായ കർമ്മശാസ്ത്രപരമായ ഫിഖ്ഹിയായ മസലകളിലാകട്ടെ, ഖുർആനിലേക്കും ഓതന്റിക്കായ സുന്നത്തിലേക്കും മടങ്ങുക, വിധി തേടി പോകുക. ഇതാരുടെ ലക്ഷണമാണ്? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ലക്ഷണമാണ്, സുന്നത്തിൻ്റെ വക്താക്കളുടെ ലക്ഷണമാണ്. ഏത് വിഷയത്തിലും, അടിസ്ഥാനപരമാകട്ടെ ശാഖാപരമാകട്ടെ. ഇപ്പം നമ്മളെ ഡ്രസ് കോഡാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ സ്റ്റൈലാണെങ്കിലും, സ്ത്രീകളുടെ ഹിജാബാണെങ്കിലും, നാട്ടിൽ എന്താണ് ഹിജാബ് എന്ന് പറയുന്നതല്ല പെൺകുട്ടികളെ നമ്മുടെ ഹിജാബ്. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും ഹിജാബ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതല്ല ഇസ്ലാമിൻ്റെ ഹിജാബ്. ഇസ്ലാമിൻ്റെ ഹിജാബ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എവിടേക്ക് പോകണം? കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. എന്നിട്ട് ആ ഹിജാബ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഏത് രംഗങ്ങളിലും ശരിയായ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലേക്ക്, ഖുർആനിലേക്കും ഹദീസുകൾ എന്ന് പറയുമ്പോൾ ഹദീസുകൾ സ്വഹീഹായി സ്ഥിരപ്പെട്ട ഓതന്റിക്കായ ഹദീസുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരമ്പര എത്താത്ത, പരമ്പരയിൽ ദുർബലതയുള്ള, പരമ്പര എന്ന് പറഞ്ഞാൽ സനദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസ്. ഇപ്പോൾ ബുഖാരി ആണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ, അവർ ബുഖാരിയിൽ നിന്നോ മുസ്ലിമിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു, അങ്ങനെ കേട്ടു. താബിഈങ്ങൾ, താബിഈങ്ങളിൽ നിന്ന് താബിഈങ്ങൾ, താബിഈങ്ങളിൽ നിന്ന് സ്വഹാബികൾ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഇതാണ് സനദ്. ഈ പരമ്പരയിൽ എവിടെയെങ്കിലും ദുർബലത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പരസ്പരം കാണാതെയോ മറ്റെന്തെങ്കിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹദീസ് ഓതന്റിക് ആവില്ല, സ്വഹീഹാവുകയില്ല, അതിന് ദഈഫാകും. അത്തരം ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സനദ് പോലുമില്ലാത്ത, ദുർബലമായ സനദ് പോലുമില്ലാത്ത, കെട്ടിച്ചമച്ച മൗദൂആയ, നബിയുടെ പേരിലുള്ള കളവ് പറയുന്ന ഹദീസുകൾ എന്ന് പ്രചരിക്കുന്ന ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്.
നമ്മുടെ ഇവിടുത്തെ പുരോഹിതവർഗം പ്രചരിപ്പിക്കുന്നത്. അതിലൊരു സംഗതിയാണ് തൊലബുൽ ഇൽമ്. ദീനങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും ദീന് പഠിക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ് എന്ന് പറയുന്ന ഹദീസ് എന്ന് പറയാൻ കൊള്ളില്ല, റസൂലുള്ളാഹിന്റെ പേരിലുള്ള കളവാണ്. ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ തൊലബുൽ ഇൽമ് നേടണം. സമാനമായ ഒരുപാട് പരമ്പര പോലും ഇല്ലാത്ത കെട്ടിച്ചമച്ച ഹദീസുകൾ കാണാം. അപ്പൊ ഹദീസുകൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ സ്വഹീഹായി ആധികാരികമായി ഓതന്റിക്കായി സ്ഥിരപ്പെട്ടതായിരിക്കണം. അത്തരം സുന്നത്തിലേക്ക്, ഹദീസുകളിലേക്ക്, ഖുർആനിലേക്ക് ഏത് വിഷയങ്ങളിലും അടിസ്ഥാനപരമായ വിഷയങ്ങളാകട്ടെ അതുപോലെ തന്നെ ശാഖാപരമായ വിഷയങ്ങളാകട്ടെ നമ്മൾ മടങ്ങുക എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം ഹുബ്ബുഹും ലി അഹ്ലി സുന്നത്തി വൽ മുതമസ്സികീന ബിഹാ വബുഗ്ദുഹും ലി അഹ്ലിൽ ബിദ്അ. എല്ലാവരും എല്ലാ വിഷയത്തിലും ചിലപ്പോൾ ഖുർആനും സുന്നത്ത് 100% മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കഴിയാത്ത മേഖലകൾ ഉണ്ടാകാം മനുഷ്യൻ എന്നുള്ള നിലക്ക്. പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു സുന്നത്താണെങ്കിലും നമുക്ക് സാധിക്കാത്ത ദീനിൻ്റെ ഒരു മസലയാണെങ്കിലും അത് ചെയ്യുന്ന ആളുകളുണ്ടാവും, അത് മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടാവും, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടാവും, അത് നെഞ്ചേറ്റുന്ന ആളുകളുണ്ടാവും. അവരോട് നമുക്ക് ഇഷ്ടം വേണം, അവരോട് സ്നേഹം വേണം, അവരോട് വെറുപ്പ് പാടില്ല. നമ്മൾ ചെയ്യുന്നതല്ലെങ്കിൽ പോലും ഒരു സുന്നത്തൊരാൾ ചെയ്യുന്നത് കണ്ടാൽ അയാളോട് ഇഷ്ടം വേണം, വെറുപ്പുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ആ സുന്നത്തിനെതിരെ നടക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ സുന്നത്തിലില്ലാത്ത ബിദ്അത്തുകൾ, ഇല്ലാത്ത നിസ്കാരം, ഇല്ലാത്ത നോമ്പ്, മിഅ്റാജ് നോമ്പ് പോലെയുള്ള, ബറാഅത്ത് നോമ്പ് പോലെയുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുക എന്നതുപോലെയുള്ള ദീനിലില്ലാത്ത പുത്തൻ ആചാരങ്ങൾ, ഇല്ലാത്ത ദിക്ർ, ഇല്ലാത്ത സ്വലാത്ത്, ഖുതുബിയത്ത്, നാരിയത്ത് സ്വലാത്ത്, ബദർ മൗലിദ്, ഇങ്ങനെ ദീനിലില്ലാത്ത ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ബിദ്അത്തിന്റെ വക്താക്കൾ, അവരോട് നമുക്ക് വെറുപ്പുമാണ്, അതിനോട് നമുക്ക് അകൽച്ചയുമാണ്. ഇതാണ് മൂന്നാമത്തെ അടയാളം. സുന്നത്തിന്റെ വക്താക്കളോട് ഇഷ്ടവും സ്നേഹവും, ബിദ്അത്തിന്റെ വക്താക്കൾ, സുന്നത്തിന്റെ ശത്രുക്കൾ, അവരോട് നമുക്ക് വെറുപ്പും ഉണ്ടാകണം. നാലാമത്തെ കാര്യം ലാ യസ്തൗഹിശൂന മിൻ ഖില്ലത്തി സാലിക്കീൻ لأن الحق ضالة المؤمن يأخذ به ولو خالفه الناس. സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾ കുറച്ചാളുകളായിരിക്കും, ന്യൂനപക്ഷമായിരിക്കും. അതെക്കാലത്ത് അങ്ങനെയാണ്. നിങ്ങൾ ഈ പറയുന്ന ദീനിന്റെ അധ്യാപനങ്ങളൊന്നും മുറുകെ പിടിച്ചിട്ടല്ലല്ലോ ഇവിടുത്തെ അധികം മുസ്ലിമീങ്ങൾ ചെയ്യും. ആളുകൾ പറഞ്ഞ് ഞാൻ ആരും ഇത് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ ഈ പറയുന്നൊന്നും മുസ്ലിമീങ്ങൾക്കിടയിൽ കാണുന്നില്ല, നിങ്ങൾക്ക് മാത്രമേ പ്രത്യേകമായൊരു ദീൻ, നിങ്ങൾക്ക് മാത്രമുള്ള ഈ സുന്നത്തും, നിങ്ങൾക്ക് മാത്രമുള്ള ഈ കടമ്പിടുത്തവും എന്നൊക്കെ ആളുകൾ ചോദിക്കും. നിങ്ങൾ കുറച്ച് എക്സ്ട്രീമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. ആര്? മുസ്ലിമീങ്ങൾ. അതിൽ 72 നരകത്തിലാണെന്നാ പറഞ്ഞത്. 72 മുസ്ലിമീങ്ങളിൽ 72 വിഭാഗം. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ പിന്നാലെ പോയാൽ എവിടെ പോകാം? നരകത്തിൽ പോകാം. ഒരു വിഭാഗം മാത്രമാണ് രക്ഷപ്പെടുക. 73-ൽ ഒരു വിഭാഗം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ആരാണവർ? മാ അന അലൈഹി യൗമ വഅസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സ്വഹാബികളും ഇന്ന് നിലകൊണ്ട മാർഗത്തിൽ എന്നും നിലനിൽക്കുന്നവർ. അവർ ന്യൂനപക്ഷമായിരിക്കും, അവർ മൈനോറിറ്റി ആയിരിക്കും, അവർ റയറായിരിക്കും. പക്ഷേ അവർ കുറച്ചാണ് എന്ന് നമ്മളെ വഞ്ചിച്ചു കളയരുത്. കുറച്ചാണെങ്കിലും ആ കുറച്ച് മാത്രമുള്ള സത്യം മുറുകെ പിടിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത് മുഅ്മിനിന്റെ നഷ്ടസ്വത്താണ്. ളാല്ലത്തുൽ മുഅ്മിൻ. ജനങ്ങൾ മുഴുവൻ അതിനെതിരാണെങ്കിലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ, തെളിവുകൾ കൊണ്ട് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ, നീ അതിനോടൊപ്പം നിൽക്കണം. ഇത് അഹ്ലുസുന്നയുടെ അടയാളമാണ്. അങ്ങനെ നിന്നതുകൊണ്ടാണ് ഈ ദീൻ മുൻഗാമികളുടെ നമുക്ക് പകർന്നു കിട്ടിയത്. മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം ദഅവത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ മക്കയും ഇന്നത്തെ സൗദി അറേബ്യയുടെ നജിദിന്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു. മക്കയിലെ ജനങ്ങൾ വരെ അന്ന് ശിർക്കിലും ഖുറാഫാത്തിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒറ്റക്കാണ് അദ്ദേഹം ദഅവത്ത് തുടങ്ങി. ഒരാളുണ്ടായിരുന്നില്ല. സമൂഹവും നാട് മുഴുവൻ എതിരായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ദഅവത്ത് കാരണമായിട്ടാണ് ഇന്ന് കാണുന്ന സൗദി അറേബ്യ തൗഹീദി രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യയായി മാറിയത്. അദ്ദേഹത്തിന്റെ ദഅവത്ത് കാരണമായിട്ടാണ്. അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് നമ്മളെപ്പോലെ ഈ കേരളത്തിന്റെ പൊട്ടക്കിണറ്റിൽ വഹാബികൾ എന്ന് വിളിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ഒറ്റക്കായിരുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദത്തിനെതിരെ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന വാദത്തിൽ ഉറച്ചു നിന്ന അഹ്ലുസുന്നയുടെ സുന്നത്തിന്റെ ഇമാമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹു. ഒറ്റക്കായിരുന്നു. നാട്ടുകാരുടെ ഒപ്പം ഭരണകൂടത്തിന്റെ ഒപ്പം കൂടിയിട്ടില്ല. സുന്നത്തിൽ അടി ഉറച്ചു നിർന്നു. ഇന്ന് ഇമാം സുന്ന എങ്ങനെയാണ് നമ്മൾ സ്മരിക്കുന്നത്?
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിൻ്റെ ആളുകൾ കുറച്ചാണ് എന്നത് നമ്മളെ വഞ്ചിച്ചു കളയരുത്. നമ്മെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. നമ്മോടൊപ്പം അമ്പിയാക്കളും സ്വഹാബത്തും സലഫു സ്വാലിഹീങ്ങളും ഇമാമിയങ്ങളുമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷയിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അഞ്ചാമത്തെ കാര്യം, സുന്നത്തിൻ്റെ വക്താക്കളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അശ്സിദ്ഖു ഫിൽ അഖ്വാലി വൽ അഫ്ആൽ. വാക്കിലും പ്രവർത്തനങ്ങളിലും അവർ സത്യസന്ധരായിരിക്കും. അവർ സത്യമേ പറയൂ, സത്യമേ പ്രവർത്തിക്കും. വാക്കും പ്രവൃത്തി രണ്ടാവില്ല. ഡയലോഗ് അടിക്കുന്നൊരു പഞ്ചുണ്ടാവില്ല, പക്ഷെ പ്രവർത്തനത്തിൽ അത് ഉണ്ടാവില്ല. ഇത് സുന്നത്തിന്റെ ആളുകളുടെ സ്വഭാവമല്ല. വാക്കും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കും. അവർ പറയുന്നതേ പ്രവർത്തിക്കുന്നതേ പറയൂ. അവർ പറയുന്നത് പ്രവർത്തിച്ചിരിക്കും. അവർ കളവ് പറയില്ല. ഒരു രംഗത്തും പ്രവർത്തനത്തിൽ കാപട്യമുണ്ടാക്കുകയില്ല. വാക്കിലും പ്രവൃത്തിയിലും അവർ സത്യസന്ധത പാലിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ വാക്കും പ്രവൃത്തിയും ഖുർആനും സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹുവിന്റെ കലാമുമാണ് അവരുടെ വാക്കും പ്രവൃത്തിയും. അത് സത്യം മാത്രമാണ്. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയുള്ളവരായിരിക്കും അവർ. അഞ്ചാമത്തെ ലക്ഷണം. ഇതിലൊക്കെ നമ്മളുണ്ടോ നമ്മൾ പരിശോധിക്കണം കേട്ടോ. ആറാമത്തതും അവസാനത്തേതുമായി ഞാൻ പറയട്ടെ, അത്തഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ കാന ഖുലുഖുൽ ഖുർആൻ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും, എല്ലാം എന്ന് പറഞ്ഞല്ല, അതിലൊരു എക്സെപ്ഷൻ ഇല്ല, അതിലൊന്നും ഒഴിച്ചു നിർത്തലില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ പോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിലാണ് ഉത്തമമായ മാതൃകയുള്ളത്. മുൻഗാമികൾ പറഞ്ഞു ഫി അഫ്ആലിഹി വ അഖ്വാലിഹി വ അഹ്വാലി. നമ്മുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ഏതവസ്ഥയിലും നമുക്ക് പൂർണ്ണമായ മാതൃകയുള്ളത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണ്ണമായി, കംപ്ലീറ്റായി റോൾ മോഡലായി സ്വീകരിക്കുന്നവരായിരിക്കും സുന്നത്തിന്റെ വക്താക്കൾ. കാരണം കാന ഖുലുഖുൽ ഖുർആൻ. നബിയുടെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു. അതുകൊണ്ട് നബിയെ പിൻപറ്റാത്തവർ, നബിയെ റോൾ മോഡലായി ഏത് രംഗത്തും സ്വീകരിക്കാത്തവർ, അവർ ഖുർആനിനെതിരായിരിക്കുന്നതാണ്. കാരണം ആയിഷ ബിയോട് ചോദിച്ചില്ല നബിയുടെ സ്വഭാവം എന്തായിരുന്നു? നബി പറഞ്ഞു കാന ഖുലുഖുൽ ഖുർആൻ. നബിയുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും സ്വഭാവവും പെരുമാറ്റവും ഇടപാടും, അവിടുത്തെ യുദ്ധവും അവിടുത്തെ ദഅവത്തും അവിടുത്തെ ചിന്തയും അവിടുത്തെ മൗനവും അവിടുത്തെ ചിരിയും അവിടുത്തെ നടത്തവും അവിടുത്തെ ഇരുത്തവും അവിടുത്തെ വസ്ത്രവും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ പാനീയവും അവിടുത്തെ ശുചിമര്യാദകളും ഏതു രംഗത്തും നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അതുകൊണ്ട് നബിയെ പിൻപറ്റുന്ന ഖുർആൻ സ്വഭാവമാക്കുന്നവരായിരിക്കും സുന്നത്തിന്റെ ആളുകൾ. സമയദേശം കഴിഞ്ഞിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് വൈകിയതിന് എനിക്ക് തന്നൂടെ? തരാലോ അല്ലേ? സമയം നമ്മൾ കുറച്ച് വൈകിയ, 5 മിനിറ്റും കൂടെ കേട്ടോ. ത്വയ്യിബ്. അപ്പൊ ഇതാണ് സുന്നത്ത്. അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം, അതിന്റെ ശ്രേഷ്ഠത, അത് പിൻപറ്റുന്നവരുടെ അടയാളം. ഇതിന് നേരെതിരാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും കാണിച്ചു തരാത്ത പുത്തൻ കാര്യങ്ങൾ, ദീനിൽ സ്ഥിരപ്പെടാത്ത പുതിയ കാര്യങ്ങൾ. അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിച്ച ദീനിൽ ഉണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹും റസൂലും നിയമമാക്കാത്ത, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു വഹുവ മാ ലം യഅ്മുർ ബിഹി അംറ ഈജാബിൻ വല ഇസ്തിഹ്ബാബ്. കൽപ്പനയായിട്ടോ നിർബന്ധമായിട്ടോ അതല്ലെങ്കിൽ ഐച്ഛികമായിട്ടോ. അല്ല, ദീനിൽ 2 തരത്തിലുള്ള സുന്നത്തുകളുണ്ട്. ഒന്ന് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട സുന്നത്ത്. പുരുഷന്മാർ താടി വെക്കുക എന്നുള്ള നിർബന്ധമായ സുന്നത്താണ്. സ്ത്രീകൾ ഹിജാബ് ഇടുക എന്നുള്ള നിർബന്ധമായ സുന്നത്താണ്. പുരുഷന്മാർ ഞെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കുക എന്നുള്ള നിർബന്ധമായ സുന്നത്താണ്. സ്ത്രീകൾ അന്യ പുരുഷന്മാരായി ഇടകലരാതിരിക്കുക എന്നുള്ള നിർബന്ധമായ സുന്നത്താണ്. ഇതുപോലെ നിർബന്ധമായ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഐച്ഛികമായ സുന്നത്തുണ്ട്. ഐച്ഛികമായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ ഐച്ഛികമായ സുന്നത്താണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെയുള്ള റവാത്തിബ് സുന്നത്തുകൾ, നവാഫിലുകൾ ഐച്ഛികമായ സുന്നത്താണ്. ഇങ്ങനെ ഐച്ഛികമായ സുന്നത്തായിട്ടാണെങ്കിലും കൽപ്പനയുടെ സ്വരത്തിലുള്ള നിർബന്ധമായ സുന്നത്തായിട്ടാണെങ്കിലും നബിയുടെ കൽപ്പന ഇല്ലാത്തത് എന്തൊക്കെയുണ്ടോ ഒന്നെങ്കിൽ നിർബന്ധമായിരിക്കും അല്ലെങ്കിൽ ഐച്ഛികമായിരിക്കും. ഒഴിവാക്കിയ ശിക്ഷയില്ല. ഇങ്ങനെ സ്ഥിരപ്പെടാത്ത, നിർബന്ധമായോ ഐച്ഛികമായോ സ്ഥിരപ്പെടാത്ത, നബി കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്കാണെന്ന് പറയാം ബിദ്അത്ത് എന്ന് പറയാം. അള്ളാഹും റസൂലും നിയമമാക്കാത്ത ഇത്തരം കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതിന് ഐച്ഛികമായ സുന്നത്തിന്റെ കൽപ്പന പോലും ഉണ്ടാവില്ല, തെളിവ് പോലും ഉണ്ടാവില്ല. ഇതിനാണ് ബിദ്അത്തുകൾ എന്ന് ആകത്തുകയായി പറയും. ബിദ്അത്തുകൾ മനസ്സിലാക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു ഖായിദ ഉണ്ട്.
അതായത് അള്ളാഹുവിൻ്റെ ദീനിൽ നന്മയായ ഇബാദത്തായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിലക്കാണ്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ. ഇബാദത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും വിഷയത്തിലുള്ള അടിസ്ഥാനം വിലക്കാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹും റസൂലും കൽപ്പിക്കാത്തതൊന്നും നിർബന്ധമായ ഐച്ഛികമായോ നമ്മൾ ചെയ്യാൻ പാടില്ല. വിലക്കാണ് അതിൻ്റെ അടിസ്ഥാനം. ദീനിൽ ഇബാദത്തായി നന്മയായി അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല. അതിനാണ് അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഅ എന്ന് പറയാം. അങ്ങനെ ചെയ്താൽ അതിനാണ് എന്തെന്ന് പറയാം, ബിദ്അത്ത് എന്ന് പറയാം. എന്നാൽ ഇത് പറയുമ്പോൾ ഇതിനോട് ഇവിടുത്തെ ബിദ്അത്തിന്റെ ആളുകൾ കൂട്ടിക്കുഴച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മസ്ജിദിൽ കാർപ്പറ്റ് ഒരുക്കുക, എങ്ങനെയാണ് നിങ്ങൾ മൈക്കിൽ സംസാരിക്കുക, എങ്ങനെയാണ് നിങ്ങളിവിടെ പരിപാടികൾ സംഘടിപ്പിക്കുക, ക്യാമ്പ് സംഘടിപ്പിക്കുക, ഇതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങൾ പള്ളിയിൽ AC വെക്കുക? എന്തായുള്ള മറുപടി? എന്താതിനുള്ള മറുപടി? നമ്മൾ കാർപ്പറ്റിൽ നിസ്കരിക്കുക എന്നുള്ള ഇബാദത്തായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? മൈക്കിൽ പ്രസംഗിക്കുക എന്നുള്ളത് ഇബാദത്താണോ? മൈക്കില്ലാതെ പ്രസംഗിക്കാലോ. മൈക്കിൽ പ്രത്യേകമായി പ്രസംഗിച്ചാൽ കൂലി കിട്ടും, അത് പ്രത്യേകമായ ഇബാദത്താണ് എന്നതാണ് നമ്മൾ വിശ്വാസം. ഇതൊരു മാർഗം മാത്രമാണ്, ഭൗതികമായൊരു മാധ്യമം മാത്രമാണ്. കാർപ്പറ്റ് മസ്ജിദിൽ വൃത്തിയായി നിസ്കരിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. അതുപോലെ തന്നെ AC ആണെങ്കിലും കറണ്ടാണെങ്കിലും ഫാനാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. അതിലൂടെ ചെയ്താൽ പ്രത്യേകം കൂലി കിട്ടും, അത് ഇബാദത്താണെന്ന് നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും ബുദ്ധിയുള്ള ഒരാൾ സമ്മതിക്കൂല, അംഗീകരിക്കൂല. അപ്പൊ ഭൗതികമായ ഇത്തരം കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അതിലുള്ള അനുവാദം എന്താണ്? അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഹിൽ, അനുവാദമാണ്. ഭൗതികമായ കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമാണ്, അള്ളാഹു റസൂലും വിലക്കിയതൊഴികെ. എന്തും നമുക്ക് ചെയ്യാം, വിലക്കില്ലാതിരുന്നാൽ മതി. മറ്റെടുത്തോ ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്യണമെങ്കിൽ പ്രത്യേക കൽപ്പന വേണം. അപ്പോൾ ദീനിലൊരു ദിക്ർ ചൊല്ലണമെങ്കിൽ, ഒരു സ്വലാത്ത് ചൊല്ലണമെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് അസല്. ചെയ്യാം എങ്ങനെയാണെങ്കിൽ കൽപ്പനയുണ്ടെങ്കിൽ, അല്ലാഹുവും റസൂലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ നമുക്കൊരു ഡ്രസ്സ് എടുക്കണം, അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, അവിടെ ദീനിൽ നമുക്ക് കൽപ്പനകൾ കാണോ? ഇല്ല. അവിടെ നമുക്ക് എല്ലാം അനുവദനീയാണ്. പക്ഷേ വിലക്ക് വന്ന പ്രത്യേക കാര്യങ്ങളുണ്ടാവും. വസ്ത്രം എടുക്കുമ്പോൾ എങ്ങനത്തെ വസ്ത്രം എടുക്കണം, ഏതെടുക്കാൻ പാടില്ല, വിലക്കുണ്ടാകും. ആ വിലക്ക് ഒഴിച്ചു നിർത്തിയാൽ മതി. അതല്ലാത്തതെല്ലാം, വിലക്കില്ലാത്തതെല്ലാം ഭൗതികമായ കാര്യങ്ങൾ അനുവദനീയമാണ്. എന്നാൽ ഇബാദത്തിന്റെ കാര്യങ്ങളിൽ കൽപ്പനയില്ലാത്തതെല്ലാം നമ്മൾ ഒഴിവാക്കണം, അത് ഹറാമാണ്. കൽപ്പിച്ചതേ ചെയ്യാവൂ. ഇത് രണ്ടും ആളുകൾ കൂട്ടിക്കുഴക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദീനിൽ ഇല്ലാത്ത അള്ളാഹു റസൂലോ വാജിബായ സുന്നത്തായോ കൽപ്പിക്കാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാ. ഇങ്ങനെ ബിദ്അത്തുകൾ ആരെങ്കിലും ചെയ്താൽ അവന്റെ അമലുകൾ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരാണ് നമ്മുടെ കൽപ്പനയില്ലാത്ത പ്രവർത്തനം ചെയ്തത്, അത് റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തള്ളുന്നതാണ്, അത് ബാത്തിലാണ്. അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും, അവനതിന് പ്രതിഫലം ലഭിക്കുകയില്ല. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു നന്മ ദീനിൽ ചെയ്താൽ അത് നന്മയല്ലേ, പുണ്യമല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കാൻ പറ്റൂല. അത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ നബിയുടെ ഹൗലിൽ നിന്ന്, ഹൗലുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോരി നൽകുന്ന വെള്ളം കുടിക്കാൻ അവർ നിഷേധിക്കപ്പെടും, അവരവിടെ അകറ്റപ്പെടും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുന്ന കാണുമ്പോൾ ചോദിക്കും, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ. നബിയോട് പറയപ്പെടും, നബിയെ താങ്കൾക്ക് ശേഷം ദീനിൽ അവർ പുതുതായി കടത്തിക്കൂട്ടിയത് എന്താണെന്ന് താങ്കൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിത്തിരുത്തിയവർ അകലെ പോകട്ടെ എന്ന് പറഞ്ഞ് ആട്ടപ്പെടും. ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ബിദ്അത്തുകൾ ചെയ്തവർക്കുള്ള ദുരന്തമാണിത്. അവരമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല, അതിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടും. അവർ പരലോകത്ത് നിന്ദ്യരായി നരകത്തിലേക്ക് പോകാൻ അത് കാരണമാകുമെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ബിദ്അത്തുകൾ നമ്മൾ കരുതിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കിതാബിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അത് മാത്രം നമ്മൾ ദീനായി പ്രവർത്തിക്കണം, അതിലായി ജീവിക്കണം, അതിലായി മരിക്കണം. അല്ലാഹു അത്തരത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.